പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് തിരുസഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്നും ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്നും ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് കൊണ്ടുവരുന്നു, നമ്മെ വീണ്ടെടുക്കുന്നു, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവത്തിൽ നിന്നും അകലാതെ ദൈവ ഇഷ്ടം നിറവേറ്റി ജീവിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, സഹോദരരെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനും വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവസ്നേഹം അനുഭവിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും നയിക്കുന്നുണ്ട്. യേശു തൻ്റെ ജനത്തോടുള്ള സ്നേഹം പ്രകടമാക്കിയത് തൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ്. പാപികളായി നമ്മൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചു. യേശുവിൻ്റെ സ്നേഹം നമ്മെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ നയിക്കട്ടെ. യേശുവിനോട് നന്ദിയുള്ളവർ ആയിരിക്കാം. യേശുവിനെ അനുകരിച്ച് ജീവിക്കാം. അനേകം ആത്മാക്കളെ യേശുവിനെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഒരുക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ പോലും അതിനെ അന്വേഷിച്ച് തിരികെ കൊണ്ടുവരുന്ന യേശുവിൻ്റെ സ്നേഹം എത്ര മഹനീയം! ദൈവം തനിക്ക് നൽകിയ എല്ലാവരെയും തിരിച്ച് ദൈവത്തിന് തന്നെ നൽകാൻ തിടുക്കം കാണിക്കുന്നു. യേശുവിൻ്റെ ഈ സ്നേഹം എത്ര അവർണ്ണനീയം! അനുദപിക്കുന്ന ഒരു ആത്മാവിനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിലനിൽക്കാം. ദൈവസ്നേഹം അവരുമായി പങ്കുവയ്ക്കാം. യേശുവിൻ്റെ തിരുഹൃദയ രൂപത്തിന് മുൻപിൽ നമ്മൾക്ക് ആയിരിക്കാം. ആ തിരുഹൃദയത്തിൽ ഒന്ന് നോക്കാം. നമ്മൾക്ക് വേണ്ടി രാവും പകലും കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ തിരുഹൃദയം, നമ്മൾക്ക് വേണ്ടി കാൽവരിയിൽ പിളർന്ന, നമ്മുടെ മേലെ രക്തം ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത ആ തിരുഹൃദയം,
ഈശോ ധരിച്ച കാൽവരി മലയിൽ വെച്ച് ഈശോയുടെ തലയിൽ ഉണ്ടായിരുന്ന ആ മുൾക്കിരീടം കൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ചുറ്റപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ആ പാപത്തിൻ്റെ വേദന ഈശോ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃദയത്തിന് നമ്മൾ മുള്ളുകൾ വച്ച് കൊടുക്കുന്നു, വേദനിപ്പിക്കുന്നു. നമ്മൾക്ക് വേണ്ടി നമ്മളോടൊപ്പം നടന്നു നീങ്ങുകയും നമ്മളോടൊപ്പം ഇരിക്കുകയും നമ്മളെ കാത്തു പരിപാലിക്കുകയും നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ട് നമ്മളെ അത്രമാത്രം ലാളിച്ച് സ്നേഹിക്കുന്ന യേശുവിൻ്റെ ആ സ്വഭാവത്തെ നമ്മൾക്ക് വളരെ സ്നേഹത്തോടു കൂടി ഓർക്കാം, അനുകരിക്കാം, യേശുവിനെ സ്നേഹിച്ച് ജീവിക്കാം. യേശു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദൈവമാണ്. യേശു ആരെയും മാറ്റി നിർത്തുന്നില്ല. പാപികളുടെ മേലും നീതിമാന്മാരുടെ മേലും അവിടുന്ന് ഒരേപോലെ സ്നേഹം വർഷിക്കുന്നു. യേശുവിൻ്റെ ആ സ്നേഹത്തിന് മുൻപിൽ നമ്മൾക്ക് തലകുനിക്കാം, യേശുവിനെ ആരാധിക്കാം, സ്തുതിക്കാം, യേശുവിന് നന്ദി പറയാം. നമ്മുടെ ഭവനങ്ങളിലുള്ള തിരുഹൃദയ പ്രതിഷ്ഠ നമ്മൾക്ക് ഈ തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മൾക്ക് എല്ലാ ദിവസവും നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം ആയിരിക്കുന്ന ആ തിരുഹൃദയ യേശുവെ നമ്മൾക്ക് ആ തിരുഹൃദയ യേശുവിൻ്റെ സ്നേഹം നമ്മൾ വിചിന്തനം ചെയ്യുന്നതും ആ സ്നേഹം ആസ്വദിക്കുന്നതും എത്രയോ നല്ലത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ആ തിരു രക്തവും തിരുജലവും നമ്മളെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നയിക്കട്ടെ, നമ്മളെ ഒരുക്കട്ടെ. അതിനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.